ശബരിമല നെയ് വിൽപ്പനയിൽ ഗുരുതര ക്രമക്കേട് കണ്ടെത്തിയിരിക്കുകയാണ്. വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ട് ഹൈക്കോടതി ആടിയ ശിഷ്ടം നെയ് വിറ്റതിലാണ് വലിയ തട്ടിപ്പ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. 13,679 പാക്കറ്റ് നെയ്യുടെ പണം ബോർഡ് അക്കൗണ്ടിൽ അടച്ചിട്ടില്ല എന്നാണ് പ്രധാനപ്പെട്ട കണ്ടെത്തൽ. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ പിടിച്ചകത്തിട്ടാലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരുടെ തട്ടിപ്പും വെട്ടിപ്പും അടങ്ങില്ല എന്നതാണ് ഈ നെയ് തട്ടിപ്പിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. കാരണം ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ പേരിൽ നടക്കുന്ന നടപടികളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അതൊക്കെ നടക്കുമ്പോഴാണ് നെയ്യുടെ പേരിൽ, ആടിയ ശിഷ്ടം നെയ് വിൽപ്പനയുടെ പേരിൽ ഇപ്പോഴും അവിടെ ക്രമക്കേടുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 13,000 പാക്കറ്റ് നെയ്, ആ നെയ്യ് എവിടെ പോയെന്നറിയില്ല. വിൽപ്പന നടത്തിയെങ്കിൽ അതിൻ്റെ പണം അക്കൗണ്ടിലേക്ക് വന്നിട്ടില്ല എന്നതാണ് ഹൈക്കോടതിയിൽ സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ട് ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി ഇപ്പോൾ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ കൊണ്ട് അന്വേഷണം നടത്തി 1 മാസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് വിജിലൻസ് ഡയറക്ടർക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഞെട്ടിപ്പിക്കുന്ന വസ്തുതയെന്നാണ് കോടതി പറയുന്നത്. കാരണം ഏതാണ്ട് 13,67,000 രൂപയാണ് ദേവസ്വം ബോർഡിന് അതിൽ മാത്രം നഷ്ടം വന്നിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സീസൺ കാലയളവിൽ തന്നെയാണ് ഈ തട്ടിപ്പ് നടക്കുന്നത് എന്നതാണ്. ഈ നെയ് കൗണ്ടറിന്റെ ചുമതലയുണ്ടായിരുന്ന ഒരു സുനിൽ കുമാർ പോറ്റി ദേവസ്വം ബോർഡിന്റെ ജീവനക്കാരനാണ്. എൻ്റെ 62,000 രൂപ നെയ്വിറ്റ പണം കയ്യിൽ സൂക്ഷിക്കുകയാണ് ചെയ്തത്, അക്കൗണ്ടിൽ അടച്ചില്ല. പിന്നീട് പരാതിയായി 17 ദിവസങ്ങൾക്ക് ശേഷമാണ് ആ പണം ദേവസ്വത്തിന്റെ അക്കൗണ്ടിലേക്ക് വരുന്നത്. ഈ ഉദ്യോഗസ്ഥനെതിരെ കടുത്ത നടപടി വേണമെന്ന് ഹൈക്കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുകയാണ്. എന്തായാലും ആ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് തുടർ നടപടിയിലേക്ക് പോവുകയാണ് എന്നാണ് ദേവസ്വം ബോർഡ് ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾക്ക് മേലുദ്യോഗസ്ഥരുടെ അറിവും സമ്മതവും ഉണ്ടായിരിക്കണം എന്ന നിരീക്ഷണമാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. അവരറിയാതെ ഇതൊന്നും നടക്കില്ല എന്നാണ് കോടതി പറയുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഒരു വിഭാഗം ജീവനക്കാർ അവരുടെ ഉത്തരവാദിത്വത്തിലല്ല താല്പര്യം, ഇത്തരത്തിലുള്ള തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്ന കാര്യത്തിലാണ് അവർക്ക് താല്പര്യമെന്ന് കൂടി ഹൈക്കോടതി പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇതിനപ്പുറത്ത് വലിയ നാണക്കേട് ദേവസ്വം ബോർഡിന് ഉണ്ടാവാനില്ല. അത്രമാത്രം വലിയ പരാമർശങ്ങളാണ് ദേവസ്വം ബോർഡിന് ഈ കാര്യത്തിൽ കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. കാരണം ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ സ്വത്തുവകൾ സംരക്ഷിക്കുന്ന കാര്യത്തിൽ കർശനമായ നിലപാട് വേണമെന്ന് കോടതി പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ അതിലെല്ലാം ഒരു സുതാര്യത ഉറപ്പാക്കണം, അതിനാവശ്യമായ അക്കൗണ്ടിംഗ് സംവിധാനം കൊണ്ടുവരണമെന്ന് പലവട്ടം ആവശ്യപ്പെട്ടതാണ്. പക്ഷേ ഇപ്പോഴും ആ തട്ടിപ്പുകൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ ദേവസ്വം ബോർഡിന് ഹൈക്കോടതി നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്, നിങ്ങൾ ഇത് അവസാനിപ്പിക്കാൻ തയ്യാറാകുന്നില്ല എങ്കിൽ നിങ്ങൾ ഈ തട്ടിപ്പുകൾ തടയാൻ താല്പര്യമില്ലാത്തവരാണ് എന്ന് കരുതേണ്ടി വരും എന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ജയകുമാർ അടക്കമുള്ള ദേവസ്വം ബോർഡിന് ഹൈക്കോടതി നൽകിയിരിക്കുന്നത്. ഈ മകരവിളക്കിൻ്റെ തലേ ദിവസം ശബരിമലയിൽ നിന്ന് വലിയൊരു തട്ടിപ്പിൻ്റെ കഥ കൂടിയാണ് പുറത്തേക്ക് വരുന്നത്. കൊച്ചിയിൽ നിന്നും ബിനിൽ, മാതൃഭൂമി ന്യൂസ്.